ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല വെയിലൊക്കെ, അതായത് ഇളം വെയിലൊക്കെ അടിച്ചിട്ടൊരു 6:30 ആയതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇറങ്ങി വെളിയിലോട്ട് വന്ന് മിക്കിനെ കാണാൻ വേണ്ടി വന്നതാണ്. ബൈ ചാൻസ് നമ്മൾ ടാങ്കിലേക്ക് ഒന്ന് നോക്കി തന്നെ, ഫിഷ് ടാങ്കിലോട്ട്. അപ്പോൾ ഒരു മീൻ ചത്ത് കിടക്കുന്നു. പിന്നെ അതിനെ മാറ്റി ബാക്കിയുള്ളവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിറയെ ഗപ്പി കുഞ്ഞുങ്ങളായി കേട്ടോ. നമുക്ക് വെള്ളം മാറ്റുന്നതൊന്നും പോസിബിൾ അല്ല, കുറേ കുട്ടികളായി തുടങ്ങി അതിനകത്ത്. അതുകൊണ്ട് ഇപ്പോൾ ടാങ്കിൽ വെള്ളം വന്നിട്ട് കുറേ ദിവസങ്ങളായി. പിന്നെ ടാങ്ക് നിറയെ പായലാണ് കേട്ടോ. അതിപ്പം നമ്മൾ ഇന്നും മാറ്റിയാലും ഒരാഴ്ച പോലും നിൽക്കില്ല, വീണ്ടും പായലാവും നന്നായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വെള്ളം മാറ്റുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയോളമായി വെള്ളം മാറ്റിയിട്ട്. ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ രാവിലെ ഈ ഒരു സമയത്ത്. കാരണം മിക്കിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയല്ലോ, അപ്പോൾ അവൾക്ക് എപ്പോഴും വിശപ്പാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അവൾ എന്നെ ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ പൂട്ടിയിടാറില്ല, എപ്പോഴും ഇങ്ങനെ തുറന്നു വിട്ടേക്കാണ്. ഓയ് ശുന്നരികളെ, ഹോയ് മാറിക്ക് മോനെ. ഹായ് പൊന്നൂഷ്, കാണിച്ചേ. വാവ് തരാ, ആഹാരം തരാടി പൊന്ന. വിശക്കുന്ന ഞാൻ നോക്കട്ടെ അവരെ. വാവ്, ഇപ്പോൾ ഞാൻ രാവിലെ മിക്കിക്കുള്ള ഫുഡ് കൊടുക്കണം. മിക്കിക്ക് റോക്കിക്കും കൊടുക്കുന്നുണ്ട്. 2 എണ്ണം വെയിറ്റ് ചെയ്യാണ്. അവർക്ക് ഇപ്പോൾ ഡിഗ്രി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാവിലെ അത് കൊടുക്കണം. അപ്പോൾ അവർക്ക് കുറേ കത്തൽ മാറുമല്ലോ, കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല കത്തൽ. രാത്രിയിലും ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്ത്. പിന്നെ രാവിലെ ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ റോക്കിക്ക് കൊടുത്തില്ല, അവന് ഭയങ്കര സങ്കടമാണ്. മിക്കിക്ക് മാത്രം കൊടുക്കാൻ പോകും. അപ്പോൾ എന്താ കൊടുത്താലും ഇത്തിരി അവന് കൊടുത്തില്ലെങ്കിൽ അവൻ ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് പോകുമെന്ന് എനിക്കൊക്കെ തോന്നുന്നു. കാരണം എപ്പോഴും ഇങ്ങനെ കണ്ണൊക്കെ നമ്മളെ നോക്കിയിൽ കരയുന്ന കൂട്ട് എനിക്കത് ഫീലാവും. അങ്ങനെ ഇനി പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. ഈ പെഡിഗ്രീൻ്റെ ഫുഡൊക്കെ കൊടുത്തിട്ട് പാക്കറ്റ് ഞാൻ പട്ടിക്കൂടിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അതെല്ലാം പറന്ന് കാറ്റടിച്ചിട്ട് നിലത്ത് തന്നെ വീഴും. അങ്ങനെ രാവിലെ അതെല്ലാം ഒന്ന് പറക്കിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ എനിക്ക് ഒടുക്കത്തെ തുമ്മൽ നിൽക്കണേ ഇല്ല, ഭയങ്കര തുമ്മൽ. പിന്നെ ഞാൻ മാസ്കൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ തൂപ്പൊക്കെ തുടങ്ങിയത്. പട്ടിക്കൂടിൻ്റെ സൈഡിലൊക്കെ തൂത്തിട്ട് വെള്ളം നനച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി. കാരണം ഇപ്പോൾ ഒരു നല്ലൊരു ഇളം വെയിലാണെങ്കിലും ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് പൊള്ളുന്ന വെയിലാവും. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ സഹിക്കാൻ ഭയങ്കര പാടായിരിക്കും, അവർക്ക് നല്ല ചൂടായിരിക്കുമല്ലോ ഇപ്പം. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് നനച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ നനച്ചിടുന്നതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പോച്ച കയറുന്നത്. ഒന്നാമത് ഈ മുറ്റത്ത് പെട്ടെന്ന് പോച്ച കയറുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്തുവരി വൃത്തിയാക്കി കോരി മാറ്റിയിട്ട് അത് കത്തിക്കാമെന്ന് കരുതി. കുറേ തുണികളൊക്കെ ഉണ്ട് അവിടെ, പിന്നെ അതൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് കരുതി. ആ തുണികളൊക്കെ ഞാൻ അവിടെ ഡെലിവറി സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളെ കിടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾ ഇതേതുവരെ അതിനകത്ത് കൊച്ചുങ്ങളെ കിടത്തിയിട്ടില്ല. വെറും തറയിലാണ് അവിടെ കിടത്തുന്നത്, തുണിക്കകത്ത് കിടത്തുകയില്ല. പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് അവൾക്കായിരിക്കില്ല വൃത്തിക്ക് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തെടുത്ത് കിടത്താനൊന്നും പോയില്ല. പിന്നെ 2 ദിവസമാണെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും തൊട്ടിട്ടേ ഇല്ല കേട്ടോ. കാരണം കഴിഞ്ഞ തവണയൊക്കെ തൊട്ട്, ഇത്തവണ ഞാൻ തൊട്ടതേ ഇല്ല, കുഞ്ഞുങ്ങളെ തൊട്ടിട്ടേ ഇല്ല, ഒന്നും ചെറുതായിട്ട് പോലും ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ നനച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കരമായിട്ട് ചൂടിൻ്റെ പ്രശ്നം വേറെയാണ്. അത് തന്നെയല്ല അവിടെ രോമം ഇപ്പോൾ നന്നായിട്ട് കൊഴിയുന്നു. ഇനിയിപ്പോൾ നന്നായിട്ട് കൊഴിഞ്ഞങ്ങ് പോകും ഡെലിവറി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നനച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ രോമം ഇങ്ങനെ പറന്ന് നടക്കത്തില്ലല്ലോ, നനഞ്ഞ് മുറ്റത്ത് തന്നെ കിടന്നോളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് പറക്കും അങ്ങ്. ഒന്നാമത് എനിക്ക് നല്ല കണ്ടില്ലേ അലർജിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഈ സിറ്റ് ഔട്ടിലൊക്കെ അവൾ രാത്രിയിൽ കയറി കിടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ആ രോമൊക്കെ തൂത്തുകളയാണ്. കാരണം കൊച്ചു വന്നു കഴിഞ്ഞാൽ അവനോട് പ്രശ്നമാണ്, അവന് അതിനെക്കാട്ടി തുമ്മലാണ് എന്നെക്കാട്ടിൽ. അപ്പം നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.